കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഓരോന്നും അവരുടെ മാനസികവും വൈകാരികവും ബുദ്ധിപരവുമായ വളർച്ചയുടെ പ്രതിഫലനങ്ങളാണ്. ഇത് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ അച്ഛനമ്മമാർക്ക് കഴിയണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിയ ജെവ്യൂസ്. കുട്ടികളുടെ വളർച്ച അവരുടെ ചുമ്മാതുള്ള കോറിവരകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കൊന്ന് വിശദമായി നോക്കാം. വീടിന്റെ ചുമരുകളിലും കടലാസുകളിലും ചിത്രം കുത്തിവരച്ചാണ് പല കുഞ്ഞുങ്ങളുടെയും ബാല്യം തുടങ്ങുന്നത്. ഓരോ ചിത്രവും കുട്ടികളുടെ മാനസികവും വൈകാരികവും ബുദ്ധിപരവുമായ വളർച്ചയുടെ അളവുകോൽ കൂടിയാണ്. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ അവർ എങ്ങനെ തിരിച്ചറിഞ്ഞു വിലയിരുത്തുന്നുവെന്നും വരകളിലൂടെ മനസ്സിലാക്കാം. കുഞ്ഞുങ്ങളുടെ ചെറിയ ലോകം, അവരുടെ ചിന്തകൾ, കാഴ്ചപ്പാട് എല്ലാം അവർ പോലും അറിയാതെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വളർന്നു വലുതാകും എന്നതിൻ്റെ സൂചന കൂടിയാണ് കുഞ്ഞുവരകൾ. ഏകദേശം 18 മാസമായ കുട്ടികൾ കയ്യിൽ കിട്ടുന്നത് വെച്ച് കുത്തി വരയ്ക്കുന്നതിൽ തൽപരരായിരിക്കും. ഇത്തരത്തിൽ പെൻസിലോ പേനയോ എടുത്ത് കുത്തി വരയ്ക്കുന്നത് വഴി കുഞ്ഞിന്റെ കയ്യിലെ പേശികൾക്ക് ഏകോപനം ലഭിക്കുവാനും പേശികൾ നിയന്ത്രിക്കുവാനും നിരന്തര അഭ്യാസത്തിലൂടെ സാധ്യമാകുന്നു. അവർ വരച്ച ചിത്രത്തിന് യാഥാർത്ഥ്യവുമായി ബന്ധമോ സാമ്യമോ ഒന്നുമില്ലെങ്കിൽ തന്നെയും അവരുടെ ഭാവനകൾ വിടർന്നു തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണിത്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ജീൻ പിയാഷെ കുട്ടികളുടെ വരയെ അടിസ്ഥാനമാക്കി അവരുടെ ഭൗതിക വളർച്ചാഘട്ടം നിർണ്ണയിക്കുവാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഏകദേശം 2 മുതൽ 3 വരെ വയസ്സ് പ്രായമായ കുട്ടികൾ വരയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. കോറലുകൾ കുഞ്ഞു വൃത്തങ്ങളും ചതുരങ്ങളുമായി രൂപപ്പെട്ടു തുടങ്ങുന്നു. പത്രങ്ങളോ പേപ്പറുകളോ ബുക്കുകളോ ആണ് തങ്ങൾക്ക് വരയ്ക്കുവാൻ പറ്റിയ ക്യാൻവാസ് എന്ന് അവർ തിരിച്ചറിയുന്നു. ഈ പ്രായം മുതൽ അവർ പേനയോ പെൻസിലോ ആവശ്യപ്പെടാം. 3 വയസ്സാകുമ്പോൾ പല കുഞ്ഞുങ്ങളും വിവിധങ്ങളായ പല ആകൃതികൾ കൂട്ടിച്ചേർത്ത് സംഗ്രഹം ഉണ്ടാക്കുന്നു. കുഞ്ഞുങ്ങൾ യഥാർത്ഥമായി ലോകത്തിലേക്ക് വരയിലൂടെ ചുവടുവെക്കുന്ന പ്രായമാണിത്. കുട്ടിക്ക് 4 വയസ്സായി തുടങ്ങുമ്പോൾ വരയുടെ 3ാം ഘട്ടമാകും. ഇവിടെ കുഞ്ഞുങ്ങൾ പൂക്കളോ സൂര്യനോ വീടോ എല്ലാം വരയ്ക്കുകയും അത് സന്തോഷത്തോടും അഭിമാനത്തോടും മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് കണ്ണ്, മൂക്ക്, ചുണ്ട്, തല, ഉയർന്നിരിക്കുന്ന മുടി, അതിന്റെ നീളത്തിനനുസരിച്ച് അച്ഛൻ, അമ്മ, ചേട്ടൻ എന്നെല്ലാം പേരിട്ട് തുടങ്ങുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കുട്ടികൾ വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടെ കാണാൻ ശ്രമിക്കുന്നത്. 5 വയസ്സാകുന്നതോടെ കണ്ടതിനേക്കാൾ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുന്നു. മരങ്ങൾ, വീടുകൾ, പുഴകൾ, പൂക്കൾ മുതലായവ വരയ്ക്കാൻ തുടങ്ങുകയും വരയിൽ കുറച്ചുകൂടി വ്യക്തത കൈവരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിൽ ഏകദേശം 6-7 വയസ്സാകുമ്പോൾ വരയിൽ ഒരു അടക്കവും ചിട്ടയും തെളിമയും എല്ലാം കണ്ടുവരും. ഈ ഘട്ടത്തിൽ കുട്ടികൾ സാവധാനം സമയമെടുത്ത് വരച്ച് അത് തെറ്റിപ്പോയാൽ മായ്ച്ചും മറ്റു ചിത്രത്തെ മനോഹരമാക്കും. കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിച്ച് അതിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചറിയുക എന്നത് പല മനഃശാസ്ത്ര ചികിത്സകളിലും കുട്ടികളുടെ മനസ്സറിയാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. കുട്ടികളിൽ നടക്കുന്ന മാനസിക ശാരീരിക പീഡനം, ഭയം, മാതാപിതാക്കൾ തമ്മിലുള്ള കലഹം, പേടിയുള്ള ടീച്ചർ, അങ്ങനെ മനസ്സിൽ സ്പർശിച്ച എല്ലാം തന്നെ കടലാസിലേക്ക് വരകളിലൂടെ വരുന്നു. കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുമെന്നതിനാൽ മാതാപിതാക്കൾ ശ്രദ്ധാപൂർവമായി ഇടപെടണം. ഇളം പ്രായത്തിൽ കുട്ടികൾ കോറിയിടുന്ന ചിത്രങ്ങളെ നേരെയാക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെയെല്ലാം വരയ്ക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യരുത്. അധ്യാപകരും ഇക്കാര്യം ശ്രദ്ധിക്കണം. കുട്ടികൾ എന്ത് വരച്ചാലും അഭിനന്ദിക്കുക, തുടർന്ന് വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം വരകളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാനും ശ്രമിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും.